വയനാട് ജില്ലയിലെ മീനങ്ങാടി 54 മത്സ്യാവതാര ക്ഷേത്രത്തിന്റെ എതിർവശത്തുള്ള തിറയുടെ വിശേഷങ്ങൾ കാണാം. വായോ. കൂട്ടക്കാവ്, ഇത് കൂട്ടക്കാവ്. അപ്പൊ ഇതിന് പറയുന്ന പേരോ? മാതാവുണ്ട്. മഹാദേവന്റെ വരെയും കൂടി വൈകി നിങ്ങളെ കനകപ്പുടിയല്ലേ പോലെ ബസ് അപ്പൊ ഒന്ന് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ. അപ്പോ സന്തോഷമായി കണ്ണാടികളില്ലേ ഈ ഈ തിറയാട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ? തിറയാട്ടം എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് എൻ്റെ അച്ഛൻ ബാലുശ്ശേരിയിൽ PC ദാമോദരൻ നായർ എൻ്റെ അച്ഛൻ്റെ പേര്. അച്ഛൻ ബാലുശ്ശേരിയിൽ നിന്നും കാലങ്ങളായിട്ട് ഒരു 1950 കാലങ്ങളിൽ ഇവിടെ വന്ന് വയനാട്ടിൽ വന്ന് അച്ഛൻ്റെ അമ്മാവൻ്റെ കാലശേഷം അച്ഛൻ ഏറ്റെടുത്ത് അച്ഛനും വേങ്ങൂർ കുടിക്കാരും കൂടി ചേർന്ന് ഇവിടുത്തെ തിറയാട്ടം നടത്തുകയാണ്. ഇപ്പോൾ കാലങ്ങളായിട്ടും ഈ തിറയാട്ടം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ അനന്തരവാസികളായ എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളും കൂടി, ജ്യേഷ്ഠൻ മരിച്ചു പോയതുകൊണ്ട് ജ്യേഷ്ഠൻ്റെ മക്കളും ഈ വേങ്ങൂർ കുടിക്കാരും കൂടിയാണ് ചേർന്ന് നടത്തുന്നത്. അല്ല, ഈ വേങ്ങൂർ കുടി എന്ന് പറയുന്നത് മൊത്തത്തിൽ അവിടെ കുറെ ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ്, അവിടുത്തെ കാരണവന്മാരും കൂടി ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയും കാലങ്ങളായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ ഏതാ? പ്രതിഷ്ഠ ദേവീന്റെയാണ്. പിന്നെ 2 രൂപത്തിലാണ് ചെയ്യുന്നത്. ഇതിനൊരു പ്രത്യേക കാവുണ്ട്. ആ കാവിൽ നിന്ന് എഴുന്നള്ളത്ത് കോമരം വന്നതിന് ശേഷമാണ് ഇവിടെ നമ്മൾ തിറയാട്ടം തുടങ്ങുന്നത്. നമ്മൾ എവിടെ ഏത് അമ്പലത്തിൽ പോയാലും ഉണ്ടല്ലോ, എല്ലാ അമ്പലത്തിലും പറഞ്ഞു കേട്ടോ, നമുക്ക് കാണണം എല്ലാ അമ്പലത്തിലും. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഞങ്ങൾ വിശേഷിപ്പിച്ച മാതാവ് അപ്പോ ഇനി ഈ വാളുകള് ഫ്രണ്ട് ഇത് അമ്മയും അത് മകളും. ഇത് കൂടുതൽ ഇല്ല. മതി. ഉറങ്ങിപ്പോയില്ലേ? ശരി.
ഞങ്ങൾ അന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ബസ് ഇതെന്റെ ടീച്ചറാണ്. പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇതിൽ പാക്കാൻ തെയ്യം, പൂതളം കല്യാര്, തമ്പുരാട്ടി അമ്മ എന്നിങ്ങനെ 3 ഇതിലാണ് ഞങ്ങൾ ഭഗവാനെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഞങ്ങളുടെ കോളനികളിൽ ദൈവപ്പുരയുണ്ട്. അതിൽ ആരാധിക്കുന്നത് ഞങ്ങൾ ഈ 3 മൂർത്തികളെയാണ്. അവരാണ് ഞങ്ങളിവിടെ വർഷത്തിൽ ഒരു തവണ എല്ലാ കാവുകളിൽ നിന്നും ഇവിടെ ഇത്രയായിട്ട് പ്രാർത്ഥിച്ചോ രണ്ടുപേരും?